തൽക്കാലം ജോയിൻ ചെയ്യാല്ലേ? 2 കൂടി റാങ്ക് ലിസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അതിലേതെങ്കിലും കിട്ടുവാണെങ്കിൽ അപ്പം നോക്കാം. പിന്നെ കുറച്ച് ദൂരം കൂടുതലാണെങ്കിലും കിട്ടിയത് കളയണ്ടെന്ന് അച്ഛനും പറയുന്നത്. ജയേട്ടാ, എടി പൈസ ഒന്നും റെഡി ആയിട്ടില്ല. അതിന്റെ നല്ല ടെൻഷനിലാണ് ഞാൻ. ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകണ്ടെന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പോഴാണെങ്കിലും പറ്റില്ല എന്ന് പറയാലോ. എടി ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ സാഹചര്യം നിന്നോട് പറഞ്ഞതല്ലേ? അല്ലേലും അതങ്ങനെയാണല്ലോ. ജയേട്ടന് പണ്ടേ നോ പറയാൻ അറിയില്ലല്ലോ. ഇത് മൊത്തം എത്ര സെന്റാന്നാ പറഞ്ഞേ? ഇതൊരു 54. ഇപ്പൊ നിങ്ങളിത് എഗ്രിമെന്റ് ചെയ്തിട്ടല്ലേ ഉള്ളൂ? ജയേഷ്ണ, ഈ സ്വർണ്ണെടുക്കുന്ന കാശിന്റെ കാര്യത്തിൽ എങ്ങനെയാത്? ചേച്ചി, കാശ് റെഡിയാക്കാൻ കുറച്ചുകൂടി സമയം എടുക്കും. അത് കാര്യമാക്കണ്ട. നമുക്കേ നമ്മുടെ അടുത്ത സുഹൃത്തിന്റെ കെയർ ഓഫിൽ ഒരു സ്വർണ്ണക്കടയുണ്ട്. അവിടെ പോയി തൽക്കാലം സ്വർണം സെലക്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ പൈസ റെഡി ആകുമ്പോൾ കൊടുത്താൽ മതി. പിന്നെ പൈസ കൂടുവാണെങ്കിൽ ഇന്നത്തെ പൈസ കൊടുക്കാം. അതല്ല കുറേ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാം. അല്ല, അത് ഇപ്പോ അല്ല ചേച്ചി, ഇത്രയും സ്വർണം കയ്യിൽ വെക്കുന്ന റിസ്ക് അല്ലേ? പൈസ റെഡി ആകുമ്പോൾ എടുത്താൽ പോരെ? ശരി ശരി, വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. ശരി, പറയാം. നിങ്ങൾക്ക് ഇത്രയ്ക്ക് അറിഞ്ഞുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ വേറെ പ്രോപ്പർട്ടി സെയിലായിട്ടുണ്ട്. അത് എഴുതാൻ ഇത്തിരി വൈകും. പിന്നെ വിലയും ഇച്ചിരി കൂടുതലാണ്. ചേട്ടാ, തൽക്കാലം വേറെ എവിടെന്നെങ്കിലും മറിച്ചെടുക്കാൻ പറ്റില്ലേ? കടം മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടി എനിക്കില്ല. നിങ്ങൾ വേറെ ആളെ കിട്ടുമെന്ന് നോക്ക്. കച്ചവടം നടന്നില്ലെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പം എന്നെ ഒന്ന് വിളിക്കുക. എന്നാ ശരിയെന്നാ. ഓക്കെ, ശരി. ഇതൊക്കെ ഇവന്മാർ ചേർന്നോണ്ടുള്ള പരിപാടിയായിരുന്നു. എന്റെ കടയും കത്തിച്ച് അമ്മച്ചൊക്കെ എത്ര പെട്ടെന്ന് ശരിയാക്കണം. അതേ വന്നേ 2 അടിച്ചാലേ വിഷമം മാറത്തുള്ളൂ. ഇങ്ങോട്ടൊന്ന് തെറി പറയണം. എല്ലാം നോക്കിയിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. എടാവേ, ആകെപ്പാടെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഇത്രയും പൈസ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കും? ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരും പറഞ്ഞേക്കാം. ഇത് നടന്നില്ലേ ആകെപ്പാടെ വലിയ പ്രശ്നമാകും. നിങ്ങളൊരു കാര്യം ചെയ്യാം, വല്ല ലോണും കിട്ടുമെന്ന് പോയി നോക്ക്. ലോണൊക്കെ കിട്ടും, പക്ഷെ നീട് വെക്കാനൊക്കെ വേണ്ടേ? അത് വേണം. ലോൺ കിട്ടുമോ? പിന്നെ അല്ല, കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ അമ്മയുടെ കൂടി ഒന്ന് സംസാരിച്ചിട്ട് വീടിൻ്റെ ആധാരം വെക്കാമല്ലോ. എന്നിട്ട് ആ ലോൺ പെട്ടെന്ന് ക്ലോസ് ചെയ്താൽ മതിയല്ലോ. എന്താ? ഒരാളൊന്ന് അമ്പാറയിലെ സ്ഥലം നോക്കിയിരുന്നു. പക്ഷെ 3 മാസം കഴിഞ്ഞ് അയാളെ കൊണ്ട് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിപ്പോൾ നടന്നില്ലെങ്കിലും അപ്പോഴത്തേക്കും നമ്മുടെ ചിട്ടി കിട്ടുമല്ലോ. തൽക്കാലം ലോൺ എടുക്കാനേ മാർഗമുള്ളൂ. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നീ ആയിട്ട് ആ പെങ്കൊച്ചിന്റെ ശാപം വാങ്ങിച്ചു വയ്ക്കരുത്. നിന്റെ വാക്ക് വിശ്വസിച്ചാ അവരാ കല്യാണം ഉറപ്പിച്ചത്. ഇനി എന്താണെന്ന് വെച്ചാ ചെയ്. ജയേഷ്ണ, എന്താ ഈ കാര്യങ്ങളൊക്കെ? എല്ലാം റെഡി വരുന്നു. ഇനി കാശ് കയ്യിലെത്താനുള്ള താമസം മാത്രമേ ഉള്ളൂ. ഞാൻ വിളിച്ചതേ, നമ്മള് ഈ കല്യാണമൊക്കെ അല്ലേ, അപ്പൊ ഈ വീടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിരുന്നെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞേനെ. കയ്യില് തരാനുള്ള കാശിന്ന് കുറച്ച് കാശ് ഇപ്പൊ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ചേച്ചി, പെയിന്റ് അടിക്കുന്ന പരിപാടി തുടങ്ങിക്കോ. ഞാൻ പൈസ എത്തിച്ചോളാം. ഓക്കെ ഓക്കെ. ലോണ് തരാം, പക്ഷെ ഡോക്യുമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 വർക്കിംഗ് ഡേയ്സ് എടുക്കും. നമസ്കാരം. ഞാൻ കുറച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. തൽക്കാലം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇത്രയും വലിയൊരു തുക ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം ഒരു കാലതാമസം ഉള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഗോൾഡോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ കൊണ്ടുവരും. ഞാൻ 1 മണിക്കൂറിൽ ശരിയാക്കി തരാം. സാറേ, സ്വർണ്ണം ഉണ്ടായിരുന്നെങ്കിൽ 5 മിനിറ്റിൽ കാശ് തരാൻ വേറെ ആളുണ്ട്. നമ്മുടെ അവിടെ എങ്ങനെയാണ്, നിങ്ങൾക്ക് പുറത്ത് വേറെ കിട്ടുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിക്കോളൂ. എൻ്റെ ജയകൃഷ്ണ, ഈ കിടക്കുന്നതൊക്കെ വിറ്റ് പോകാതെ ഞാൻ എവിടെ നിന്ന് തരാനാ ഇത്രയും കാശൊക്കെ? എങ്ങനെയെങ്കിലും ഒന്ന് നോക്ക്. നീ ഒരു കാര്യം ചെയ്യ്, 2 ആഴ്ച കഴിഞ്ഞ് വിളിക്കേ. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും നടക്കുമെന്ന് നോക്കാം. എന്നാ ചെല്ലല്ലേ? ശരി.